അതിനായി നിങ്ങൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. എന്നാൽ ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെറ്റിങ്സ് വരും. സെറ്റിങ്സിൽ നമുക്ക് അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവതാർ എന്നൊരു പുതിയൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് യുവർ അവതാർ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ സ്കിൻ കളർ ഉണ്ടാവും. അപ്പോൾ സ്കിൻ കളർ ഏതാണ് നമുക്ക് യോജിച്ചത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് ഹെയർ സ്റ്റൈൽ വരും. ഹെയർ സ്റ്റൈൽ നമ്മൾ അവിടെ നിന്ന് കറക്റ്റാക്കി കൊടുക്കണം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെയർ സ്റ്റൈലൊന്ന് കറക്റ്റാക്കി കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് അവിടെ വീണ്ടും കാണാൻ സാധിക്കും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രൂപത്തിന് യോജിച്ചത്, അപ്പോൾ നമുക്കൊരു അറിയാമല്ലോ നമ്മളെ കണ്ണെങ്ങനെ ഉണ്ടാവും, നമ്മളെ പിരികം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഓരോ ഐഡിയ ഉണ്ടാവില്ലേ, മൂക്ക് ഇതൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കളിക്കുക. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളെ ഒരു ഫേസിന് പറ്റിയ ആ കറക്റ്റുള്ള സംഭവം വരും. നമുക്ക് സേവ് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ സേവ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ അവതാർ ക്രിയേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ക്രിയേറ്റ് പ്രൊഫൈൽ പിക്ചർ എന്ന് കാണാൻ സാധിക്കും. നമ്മളവിടെ ക്രിയേറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈലായിട്ട് വെക്കാൻ പറ്റുന്നതാണ് അവതാർ. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പ്രൊഫൈലായിട്ട് വെക്കാനുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ അവതാർ ഇതിൽ ക്രിയേറ്റായി വരുന്നതായിരിക്കും നമ്മൾ ആ രൂപ സാദൃശ്യമോടെ. ഇനി ഇത് എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ മെസ്സേജ് അയക്കുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ അവതാറിൻ്റെ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിരിക്കും. ഫുള്ള് സ്റ്റിക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അവതാറുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഹാപ്പി ആണെങ്കിലും സാഡാണെങ്കിലും റിയാക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അവർക്കും അയച്ചു കൊടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവരും.